അഴിമതിയുടെയും ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നേർസാക്ഷ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 4.5 വർഷക്കാലത്തെ ഈ ഭരണത്തിന്റെ നേട്ടമായി കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ബഹുമാന്യായ ചെയർമാൻ പത്രസമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ 2 കാര്യങ്ങൾ. അത് ചെയർമാന്റെ പൊള്ളത്തരം, കോൺഗ്രസിന്റെ കാപട്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചത്. എന്താണത്? ഒന്ന്, ബഹുമാന്യായ നഗരസഭാ ചെയർമാൻ പറഞ്ഞത് അങ്കമാലിയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചു. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുണ്ട്, അത് കണ്ടിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. മന്ത്രവും ആദ്യം കാണിക്കാൻ വേണ്ടിയില്ല. ഇത് പുതിയ ബക്കറ്റ്, ഇപ്പൊ ഞങ്ങള് പണം കൊടുത്ത് വാങ്ങിച്ചൊരു ബക്കറ്റാണ്. ഇതും പുതിയതാണ്. ഇത് എല്ലാം പുതിയതാണ്. അപ്പൊ ഈ ബക്കറ്റില് അങ്കമാലി നഗരസഭ ഗവേഷണ പരീക്ഷണം നടത്തി അത്യാധുനിക സൗകര്യത്തോടു കൂടി ഹൈടെക് സംവിധാനത്തിൽ അങ്കമാലി നഗരസഭ ഒരുക്കിയിട്ടുള്ള മലിനജലം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. $110 ലക്ഷം മുടക്കിയതാണ്. ഇതൊന്നും നോക്ക്, ടാങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തതയാണ്. പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. അങ്കമാലി നഗരസഭ ഇവിടെ നവീകരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള മലിനജല ശുദ്ധീകരണ പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ എല്ലാ ടാങ്കുകളും നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ടാങ്ക് ഇത് എന്ത് പ്രയോജനം, അങ്കമാലിയിലെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് അങ്കമാലി നഗരസഭ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഈ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന 110 ലക്ഷം രൂപ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും അനിവാര്യ ചുമതല എന്നുള്ളത് മാലിന്യ സംസ്കരണമാണ്. ഏറ്റവും അനിവാര്യ ചുമതലമായ 5 എണ്ണത്തിൽ ഏറ്റവും പരമപ്രധാനം കൊടുക്കുന്നത് മാലിന്യ സംസ്കരണമാണ്. ഈ പദ്ധതി ഇവിടെ നടപ്പാക്കിയതാണ് കഴിഞ്ഞ ദിവസം അങ്കമാലിയുടെ ബഹുമാന്യ ചെയർമാൻ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അങ്കമാലിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ്. ഇതിന് 110 ലക്ഷം രൂപയാണ് ചെലവ്. 110 ലക്ഷം രൂപ ചെലവ് ചെയ്ത ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. തന്നെയുമല്ല, ഓരോ വർഷവും ഇപ്പൊ ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് രൂപ ഇതിന്റെ കറണ്ട് ചാർജ് ഇനത്തിൽ ഈ നഗരസഭ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ തൊട്ടപ്പുറം തോടുണ്ട്, ആ തോട് നമുക്ക് കാണാം. ഇവിടെ മാർക്കറ്റിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളവും എല്ലാ ഹോസ്പിറ്റൽ പരിസരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഓറയിൽ കൂടി വരുന്ന അഴുക്ക് ജലവും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പ്ലാന്റ് സ്ഥാപിച്ചത്. ഒരു ബക്കറ്റ് വെള്ളം ഈ 110 ലക്ഷം രൂപ ചെലവ് ചെയ്ത പദ്ധതിയിൽ ശുദ്ധീകരിച്ചു എന്ന് ഇവർ പറഞ്ഞാൽ ഇവർ പറയുന്ന വഴി അങ്ങനെ ചെയ്യാം. ഒരു ബക്കറ്റ് വെള്ളം ശുദ്ധീകരിച്ചതായിട്ടുള്ളൊരു എവിഡൻസ് നഗരസഭയുടെ ചെയർമാൻ പുറത്തുവിടട്ടെ. അത് റെജി മാത്യു ആയാലും മാത്യു തോമസ് ആയാലും ഷിയോ പോൾ ആയാലും 3 ചെയർമാൻമാർ മാറി ഭരിച്ചു. ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിവിടെ മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക്, മാഞ്ഞാലി തോട്ടിലേക്ക് ഉൾപ്പെടെ ഈ അഴുക്ക് വെള്ളം ഒഴുകിച്ചെന്ന് ആ പ്രദേശത്ത് ഉൾപ്പെടെ താമസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും അവസരങ്ങളും അങ്കമാലി നഗരസഭ ഉണ്ടാക്കി കൊടുക്കുകയാണ്. തൊട്ടപ്പുറം ഒരു OWC ഉണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്ത് 2023 ജനുവരി മാസം 6-ാം തീയതി ബഹുമാന്യായ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണത്. ആരുടെ തലയിൽ ഉദിച്ച മണ്ടൻ ബുദ്ധിയാണത്. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ ദിവസം ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നഗരസഭയുടെ മുന്നിൽ സമരം നടത്തിയത്. ആ സമരത്തെ ജനാധിപത്യപരമായി 10 കൗൺസിലർമാർ നഗരസഭ ഓഫീസിന്റെ മുൻവശത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കും, ഉപവാസ സമരം നടത്തുമെന്ന് ബഹുമാന്യായ നഗരസഭാ സെക്രട്ടറിയോടും SHOയോടും ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് സമരം ചെയ്യാൻ തീരുമാനിച്ചു ചെന്നിരുന്നപ്പോൾ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ
ഒരു കൂട്ടം ഗുണ്ടകൾ പരസ്യമായി മൈക്ക് വെച്ച് ഞങ്ങൾ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും തല്ലാൻ എല്ലാ ഏർപ്പാടും നടത്തി. അങ്കമാലിയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട നിരവധി കോൺഗ്രസുകാർ ഈ വസ്തുത ഒന്ന് മനസ്സിലാക്കണം. ഈ വസ്തുത ഒന്ന് മനസ്സിലാക്കി ഞങ്ങൾ തെറി പറഞ്ഞോ, ഞങ്ങൾ തെറി കേൾക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തല്ലുകൊള്ളാൻ തയ്യാറാണ്. കാരണം എന്താ, ഞങ്ങൾ പറയുന്നത് അസംബന്ധം ഉണ്ടെങ്കിൽ ഈ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്കമാലിയിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ ചെയർമാൻ പറയാണ് ജില്ലയിലെ ഏറ്റവും മികച്ച നഗരസഭ അങ്കമാലി. നേട്ടമാണ് ഈ കാണുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടത്തി എന്ന് പറഞ്ഞാണ് അങ്കമാലി നഗരസഭ 1ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത്. എന്ത് നേട്ടമാണ് ഇവര് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ തന്നെ അറിവ് മാലിന്യങ്ങൾ, ചോരയും മറ്റ് അറിവ് മാലിന്യങ്ങളും എല്ലാം ഈ തോട്ടിക്കൂടി ഒഴുകി കിടക്കാണ്. 110 ലക്ഷം രൂപയുടെ ആധുനിക രീതിയിലുള്ള അങ്കമാലി നഗരസഭയുടെ കണ്ടുപിടുത്തമാണ് ഈ കാണുന്നത്. ഇത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഈ ഭരണസമിതിയുടെ ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിന് നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെയും ഞങ്ങൾ ഇതിന് നിന്നിട്ടില്ല. ഒരു തരത്തിലുള്ള അനാവശ്യ സമരങ്ങളും ഞങ്ങൾ ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ ബാധ്യതയുള്ള ആളുകളല്ല ഞങ്ങൾ. വേറെ ആരെ ഈ കാര്യങ്ങൾ പറയുന്നത്? അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇവരുടെ കപടമുഖം പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുമ്പോ ഇവർക്ക് വിരളുമുണ്ട് ഞങ്ങളുടെ മക്കൾക്കൊക്കെ വരികയാണ്. അപ്പോ വ്യക്തിപരമായി എന്നെ ഉൾപ്പെടെ ആക്ഷേപിച്ചുകൊണ്ട് ഏരിയാസിന്റെ 1-man ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഗരസഭാ ചെയർമാൻ പത്രസമ്മേളനം നടത്തി പറയുകയാണ്. എന്ത് വസ്തുത അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഏത് വികസന പ്രവർത്തനങ്ങളാണ് എതിരെ നിന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ LDF-ന്റെ 10 കൗൺസിലർമാരും എതിരെ നിന്നിട്ടുണ്ടോ? ഇവിടെ മറ്റേ കൗൺസിലർമാരുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഭൂമി വാങ്ങിയ കാര്യത്തിലും ഈ തീവട്ടിക്കൊലയ്ക്ക് അതിനെ പ്രതികരിക്കാത്തതിന്റെ കാരണം എന്താ? അവരും ഇതിന്റെ പങ്ക് പറ്റുന്നവരാണ്. ഇതിനകത്ത് വലിയ തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. 110 ലക്ഷം രൂപ എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ വലിയ തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും നടന്നിട്ടുണ്ട്. ഈ അഴിമതിയും ക്രമക്കേടും വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓൺലൈനിൽ നോക്കുമ്പോ പോളച്ചൻ പുതുപ്പാറ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാണ്. പ്രാന്തൻ ഏരിയാസ്, ആഗോള പ്രാന്തന്മാരുടെ നേതാവാണ് ഈ പോളച്ചൻ പുതുപ്പാറ എന്ന് പറയുന്ന കേസിന്റെ വക്കീല്. അദ്ദേഹത്തിന്റെ മറ്റു കഥകളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ സമരം ചെയ്യുന്നവരെ വ്യക്തിപരമായി ആക്ഷേപിച്ച് കായികമായി നേരിട്ടുകൊണ്ട് ഇവരുടെ ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ജനങ്ങൾ അറിയരുത് എന്ന തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപവും LDF-നെ പൊതുവിൽ ആക്ഷേപിക്കുന്നതും ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ അങ്കമാലി നഗരസഭയുടെ ഓരോരോ നെറുകേടുകളും വൃത്തികേടുകളും ഇവർ നടത്തുന്ന തീവട്ടിക്കൊള്ളയും അഴിമതിയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാന്യായ നഗരസഭാ ചെയർമാനെ പരസ്യമായി സംവാദത്തിന് വിളിച്ചു ചേർന്നുകൊണ്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയർമാൻ പറയട്ടെ. അങ്കമാലിയുടെ ബഹുമാന്യായ നഗരസഭാ ചെയർമാൻ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കാത്തത്? ആരാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തത്? ഇപ്പൊ ഇത് പ്രവർത്തിപ്പിക്കാത്തതിന്റെ കാരണം എന്താണ്? ഇതിന് എത്ര ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്? കറണ്ട് കാശ് എത്ര കാശ് അടയ്ക്കുന്നുണ്ട്? 2 മാസം കൂടുമ്പോൾ 49,000 രൂപ അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി കറണ്ട് കാശ് അടയ്ക്കാണെന്ന് ഈ മാർക്കറ്റിൽ പോയി ആരെങ്കിലും ചോദിച്ചാൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് എന്തെങ്കിലും പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ? ഇത് AMC കൊടുത്തിരുന്ന ആളിന് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുത്തിരുന്ന സ്ഥാപനമാണ്. ഒരു പയ്യൻ വന്ന് അവിടെ നിൽക്കും, കുറെ നേരം മൊബൈൽ നോക്കും, കുറെ കഴിയുമ്പോൾ പോകും. ഈ നഗരസഭയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ജനപ്രതിനിധികളോ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്താ നോക്കാത്തതിന്റെ കാരണം? അവർക്കറിയാം ഇത് പ്രവർത്തിക്കില്ല എന്നുള്ളത്. ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമല്ല എന്നുള്ള കാര്യം വ്യക്തമായി നഗരസഭാ ചെയർമാനും സംഘങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അവർ ഇതിനെതിരെ ഒരു അക്ഷരം പറയില്ല. ചെയർമാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തില് നമ്മള് അങ്കമാലി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി അങ്കമാലിയുടെ നഗരസഭാ ചെയർമാൻ പറഞ്ഞത് ETP സ്ഥാപിച്ചു, മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ചു. ആ സ്ഥാപനമാണ് ഈ കാണുന്നത്. എങ്ങനെ 1-ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത് അങ്കമാലി നഗരസഭാ ചെയർമാൻ? എങ്ങനെയാണ് 1-ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നത്? ഈ കാര്യങ്ങളെല്ലാം ETP 110 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ചു. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. OWC ഇവിടെ സ്ഥാപിച്ചു. അപ്പൊ ആ റിപ്പോർട്ട് കൊടുക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ നോക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉണ്ട്, മലിനജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉണ്ട്, ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് ഉണ്ട്. അപ്പൊ പിന്നെ ഈ നഗരസഭയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് നോക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നഗരസഭ എന്ന് പറയുന്നത് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിന് സമാനമായിട്ടുള്ള തീവെട്ടിക്കൊള്ള നടക്കുന്ന
ഒരു സ്ഥാപനമായി അങ്കമാലി നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളതാണ് അവിടെ ധാരണ. ഇവരുടെ ആള് തന്നെയാണ് ഈ ബാങ്ക് ഭരിച്ചിരുന്നത്. അങ്കമാലി അർബൻ ബാങ്ക് ഭരിച്ചിരുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണല്ലോ. ഇപ്പോഴും ചില ആൾ ജയിലിൽ കിടക്കാം. ഇവരും ഇതുപോലെ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവരും ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ദൂർത്തടിച്ച് അഴിമതി നടത്തി ബോർഡ് വെച്ച കാറിൽ കൊടി വെച്ച് ആളുകളെ പേടിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നേട്ടവും അങ്കമാലിയുടെ പൊതുസമൂഹത്തിനില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ വിഷയം മാത്രമാണ് ഇന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, ഇത് തെരഞ്ഞെടുപ്പിന് ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ല, പലവട്ടം ഈ വിഷയം ഞങ്ങൾ കൗൺസിൽ ഉന്നയിച്ചു. അങ്ങനെ കൗൺസിലെല്ലാം ഉന്നയിക്കുമ്പോ സെക്രട്ടറിയും ചെയർമാനും HS ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് നിരന്തരം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അന്വേഷണം നടത്തുമ്പോൾ ഇന്നല്ല പലവട്ടം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അന്വേഷിക്കുമ്പോഴെല്ലാം ഇത് കൂത്താടി വളർത്തൽ കേന്ദ്രമായി, കൊതുക് വളർത്തൽ കേന്ദ്രമായി, ഈ പ്രദേശത്ത് ദുർഗന്ധമണിക്കുന്ന ഒരു സ്ഥാപനമായി, ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാൻ ഇട നൽകുന്ന ഒരു സ്ഥാപനമായി അങ്കമാലിയുടെ ഹൈടെക് സംവിധാനമെന്ന് നഗരസഭാ ചെയർമാൻ പറയുന്ന ഈ സ്ഥാപനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കടമ. സൂചനയാണിത്, സൂചനയാണ്, സൂചനയാണിത്, സൂചനയാണ്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. തുലയട്ടെ ഇവിടെ തുലയട്ടെ, ഇവിടെ തുലയട്ടെ. അഴിമതി ഭരണം തുലയട്ടെ, അഴിമതി ഭരണം തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്.